ചാപ്റ്റർ 2 നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം. സസ്യക്ക് വ്യക്തി ബൈട്ട് ഗയാ ഥാ ചാപ്റ്ററിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം. ദൂസരോം കി മറ്റുള്ളവരുടെ സഹായത കർന അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഹമാര നമ്മുടെ കർത്തവ്യ ഹെ കടമയാകുന്നു. ഇസ്പർ ഇതിൽ അപ്ന വിചാർ ലിഖേ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഉത്തരം. ദോ മനുഷ്യോം കെ ബീച്ച് രണ്ട് മനുഷ്യർക്ക് ഇടയിൽ മനുഷ്യതാക്ക മനുഷ്യത്വത്തിന്റെ എഹ്സാസ് തോന്നൽ യാനി മാനവീയ സംവേദന മാനുഷികമായ ഒരു വിചാരം ഹോന ഉണ്ടാവേണ്ടത് ജറൂരി ഹെ അത്യാവശ്യമാകുന്നു. ആജ് കെ സമാജ് മേ ഇന്നത്തെ സമൂഹത്തിൽ ദയവ് പ്യാർ സ്നേഹം പരോപകാരം ആദി മുതലായവ നഷ്ട ഹോ രഹേ ഹെ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. ദൂസരോം കി സഹായത കർന മറ്റുള്ളവരെ സഹായിക്കേണ്ടത് ഹമാര കർത്തവ്യ ഹെ. രണ്ടാമത്തെ ചോദ്യം. മനുഷ്യക്കോ മനുഷ്യ കി തരഹ് ജാന്ന ഹെ മനുഷ്യനെ പോലെ അറിയണം. ഇസ്കാ മത്ലബ് ക്യാ ഹെ ഇതിന്റെ അർത്ഥം എന്താണ്? കവിതാക്കെ ആധാർ പർ കവിതയെ അടിസ്ഥാനമാക്കി വ്യാഖ്യാനിക്കാം. അതായത് മനുഷ്യനായി തിരിച്ചറിയേണ്ടതുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഉത്തരം. കവിതാമേൻ കവിതയിൽ, കവീനെ കവി, കഹത്തെ ഹെ പറയുന്നത്, കവിക്കെ കി എന്താണ്? ഹം നമ്മൾ, നിരാശ് വ്യക്തി കി നിരാശനായ വ്യക്തിയുടെ, ഹതാശ വിഷമത്തെ, ജറൂർ ജാനീം തീർച്ചയായും മനസ്സിലാക്കണം, ഉസ്കാ നാം അവന്റെ പേര്, പത അഡ്രസ്, ജാനിനേക്ക് അറിയേണ്ടതിന്റെ ആവശ്യമില്ല. അതായത് ഒരു വ്യക്തിയുടെ പ്രയാസം മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും അറിയേണ്ട ആവശ്യമില്ല. ഹം നമ്മൾ, ദൂസരോം കി മറ്റുള്ളവരുടെ, പരേശാനിയാം കഷ്ടപ്പാടുകൾ, ജാൻകർ മനസ്സിലാക്കിയിട്ട്, ഉൻകോ അവയെ, ദൂർ കർണേക്ക് ഇല്ലാതാക്കുന്നതിനുള്ള, പ്രയാസ് കരേ പ്രയത്നങ്ങൾ ചെയ്യണം. മനുഷ്യർക്ക്, ദൂസരോം കേലിയെ മറ്റുള്ളവർക്ക് വേണ്ടി, ജീന ചാഹിയെ ജീവിക്കേണ്ടതുണ്ട്. ദൂസരോം കാ മറ്റുള്ളവരുടെ, ദുഃഖം, ഹമേ നമ്മൾ, അപ്ന ദുഃഖ് മാൻകർ നമ്മുടെ സ്വന്തം ദുഃഖമായി മനസ്സിലാക്കിയിട്ട്, ജീന ചാഹിയെ ജീവിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം. കവിതാക്കി ടിപ്പണി പഠിക്കർ ഈ കവിതയുടെ ആശയം പഠിച്ചിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് വിനോദ് കുമാർ ശുക്ല എന്താ ചെയ്തത്? നരേഷ് സക്സേന കെ നാം പർ നരേഷ് സക്സേനയുടെ പേരിൽ ഒരു പത്ര ലിഖ ഒരു കത്ത് എഴുതുന്നു. വഹ് പത്ര ആ കത്ത് കൽപ്പന കർക്കെ ലിഖെ സങ്കല്പിച്ച് എഴുതിയാലും. അപ്പോ ആ കത്താണിത്. അപ്പോ വിനോദ് കുമാർ ശുക്ല നരേഷ് സക്സേനക്ക് എഴുതുകയാണ്. കത്ത് എഴുതുമ്പോ സ്ഥാനം, താരീഖ്, പ്ലേസ്, ഡേറ്റ് എഴുതുക. പ്രിയ നരേഷ് പ്രിയപ്പെട്ട നരേഷ്, പെഹലെ ആദ്യം തന്നെ, മേ ഞാൻ, ആപ്കോ ബധായി ദേത്താവും താങ്കൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു. മേരി കവിതാക്കോ എന്റെ കവിതയെ, ഇത്നി ഗഹരായി തക്ക് ഇത്രത്തോളം ആഴത്തിൽ, സമജിനെ മനസ്സിലാക്കിയതിനും, ഔർ ഉസ്കി ഇത്നി അച്ചി ടിപ്പണി അതിനെ ഇത്രയും നല്ല ഒരു ആസ്വാദനക്കുറിപ്പ്, ലിഖിനെ കേലിയെ എഴുതിയതിനും, ഗദ്യരൂപസേ ലിഖി ഗദ്യരൂപത്തിൽ എഴുതിയ, മേരി കവിതാമേൻ എന്റെ കവിതയിൽ, ജറൂർ ഏക് ബാത്ത് തി തീർച്ചയായും ഒരൊറ്റ കാര്യമാണ് ഉണ്ടായിരുന്നത്, വഹ് അത് ആ കാര്യം, ആപ്പിനെ പഹച്ചാന താങ്കൾ തിരിച്ചറിഞ്ഞു. എന്താണ് ആ കാര്യം? ജാന്ന ശബ്ദ കാ സച്ചാ അർത്ഥ് മനസ്സിലാക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ജറൂർ തീർച്ചയായും, വഹ് അത്, മനുഷ്യതാക്കി ഓർ ഇഷാര കർണേ വാല ഹെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ആജ് കെ സമാജ് മേ ഇന്നത്തെ സമൂഹത്തിൽ, ദയ പ്യാർ പരോപകാർ ആദി
ദയ, സ്നേഹം, പരോപകാരം മുതലായവ നഷ്ട ഹോത്തെ ദേക്കുകൾ നഷ്ടമാകുന്നത് കണ്ടിട്ട് മേരെ മൻമേ എന്റെ മനസ്സിൽ യഹ് ആശയ ഈ ആശയം വന്നു. മനുഷ്യോം കെ ബീച്ച് മനുഷ്യർക്കിടയിൽ മനുഷ്യതാക്ക എഹ്സാസ് മനുഷ്യത്വത്തിന്റെ തോന്നൽ ബതാക്കർ മനസ്സിലാക്കി കൊടുത്തിട്ട് ആപ്പ് കെ ടിപ്പണി ആപ്പിനെ ടിപ്പണി തയ്യാറാക്കി താങ്കൾ ആ ആശയം അല്ലെങ്കിൽ ഈ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നു. ബഡി ഖുഷി മേ ഹൂം മേ ഞാൻ വലിയ സന്തോഷത്തിലാകുന്നു. ധന്യവാദ് നന്ദി. പ്യാർ സെ സ്നേഹത്തോടെ വിനോദ് കുമാർ. ഹസ്താക്ഷർ ഹസ്താക്ഷർ എന്ന് പറഞ്ഞ ഒപ്പ്, ഇവിടെ പത അഡ്രസ്. ഇനി ഹതാശാസെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ വിഷമത്തോടെ ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. കവിതയ്ക്ക് ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേം ഈ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് എഴുതാം. ഹിന്ദി കെ പ്രസിദ്ധ കവി ഹിന്ദിയിലെ പ്രശസ്തനായ കവി വിനോദ് കുമാർ ശുക്ലിന്റെ ഏക് കവിത ഹെ ഒരു കവിതയാകുന്നു ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു. മനുഷ്യൻ ഏക് ഒരു സാമാജിക പ്രാണി ഹെ സാമൂഹിക ജീവിയാകുന്നു. അപ്പനെ സുഖ ദുഃഖ കെ സമാൻ തന്റെ സുഖത്തെയും ദുഃഖത്തെയും പോലെ ഉസേ അവന് ദൂസരോം കാ സുഖ ദുഃഖ ബി മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും കൂടി ജാന്നാ ചാഹിയെ അറിയേണ്ടതുണ്ട്. അക്സർ മിക്കപ്പോഴും കിസി വ്യക്തിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ജാൻനെ കാ അർത്ഥ് ഹെ മനസ്സിലാക്കുക എന്നതിന്റെ അർത്ഥം ഉസ്കാ നാം അവന്റെ പേര്, പത അഡ്രസ്, ഉംർ പ്രായം, ഓഹദെ പദവി, യ അല്ലെങ്കിൽ ജാതി സെ ജാന്ന ജാതി കൊണ്ട് അറിയലാകുന്നു. കവി കെ അനുസാർ കവിയുടെ അഭിപ്രായത്തിൽ യഹ് ഇത് അസ്ലി ജാന്ന നഹി ഹെ യഥാർത്ഥത്തിൽ അറിയലാകുന്നില്ല. അഗർ ഒരു പക്ഷേ ഹം നമ്മൾ കിസി വ്യക്തിക്കോ ഏതെങ്കിലും വ്യക്തിയെ ഉസ്കി ഹതാശ അവന്റെ നിരാശ, പ്രയാസം, അസഹായത നിസ്സഹായ അവസ്ഥ, യ അല്ലെങ്കിൽ ഉസ്കെ സങ്കട് സെ സങ്കടത്താൽ, നഹിം ജാൻതെ തോ അറിയുന്നില്ല എങ്കിൽ, ഹം നമ്മൾ കുച്ച് നഹിം ജാൻതെ ഒന്നും അറിയുന്നില്ല. യഹി ഹെ മനുഷ്യക്കോ മനുഷ്യക്കെ സമാൻ പഹചാന ഇതിനാണ് മനുഷ്യനെ പോലെ തിരിച്ചറിയുക എന്നത്. ഇതാണ് സടക്ക് പർ റോഡിൽ കായൽപ്പട വ്യക്തി മുറിവേറ്റ് കിടക്കുന്ന വ്യക്തി, ഹമാരേലിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപരിചിത് പരിചയമില്ലാത്തവൻ, കേസെ ഹോ സക്ത എങ്ങനെയാണ് റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ആളെ നമുക്കറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയുക. വാസ്തവമേ യഥാർത്ഥത്തിൽ ഹം ഉസേ ജാൻതേ ഹെ നമുക്ക് അവരെ അറിയാം. കാരണം അയാളൊരു ബുദ്ധിമുട്ടിലാണ്, അയാൾക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. ഈ രീതിയിൽ നമുക്ക് അവരെ അറിയാം. പരന്തു എന്നാൽ ഹം നമ്മൾ ഉസേ ന ജാന്നേക്ക ബഹാന കർത്തേ ഹെ അവനെ നമ്മൾ അറിയില്ല എന്ന് നമ്മൾ അഭിനയിക്കുന്നു. ഹതാശ് വ്യക്തി കെ സാമനെ നിരാശനായ വ്യക്തിയുടെ മുൻപിൽ ഹാത്ത് ബഠാനെ പോർ കൈ നീട്ടുന്നതിൽ, ദോനോ രണ്ടുപേരും ഏക് ദൂസരേക്കോ ജാന്നെ ലിഖ്തേ ഹെ ഒരാൾ മറ്റൊരാളെ അറിയാൻ തുടങ്ങുന്നു. മുസീബത്ത് മേ ബുദ്ധിമുട്ടിൽ, പടേ അകപ്പെട്ട, ലോകോം കി സഹായത കർണ ആളുകളെ സഹായിക്കേണ്ടത്, ഹർ മനുഷ്യക്ക ഓരോ മനുഷ്യന്റെയും, കർത്തവ്യ ഹെ കർത്തവ്യമാകുന്നു. ഹമാരെ ചാരോം ഓർ നമ്മുടെ നാലുപാടും, ഹതാശ് നിരാശ് ഔർ അസഹായ് ലോകോം കോ നമ്മുടെ നാലുപാടുമുള്ള കഷ്ടപ്പെടുന്ന നിരാശരായ നിസ്സഹായരായ ആളുകളെ, പെഹലെ ആദ്യം, ഹം ജാനേ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് ഉൻകി മദത് കരേ അവരെ സഹായിക്കണം. മനുഷ്യതാക്കി കോയി ഭാഷാനി മനുഷ്യത്വത്തിന് യാതൊരു ഭാഷയും ഇല്ല. ഇനി ടൂട്ടാ പഹയിൽ നിന്ന് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. സൂചന ടൂട്ടാ പഹിയ കവിതാംശ പഠേ
ടൂട്ടാ പഹിയയിൽ നിന്നെടുത്ത ഈ കവിതാ ഭാഗം വായിച്ചാലും പ്രശ്നമൊക്കെ ഉത്തർ എന്നിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. അപ്പനെ പക്ഷിക്കോ തന്റെ പക്ഷത്താണ് അസത്യം എന്ന് ജാൻതേ ഹുയേ ഭി അറിഞ്ഞിട്ടുകൂടി ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ അകേലി ഒറ്റക്കായ നിഹത്തി നിരായുധരായ ആവാസുകോ ശബ്ദങ്ങളെ അപ്പനെ തങ്ങളുടെ അടുത്തുള്ള ബ്രഹ്മാസ്ത്രങ്ങളാൽ കുചൽ ദേന ചാഹെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നു. തബ് അപ്പോൾ ഞാൻ രഥത്തിന്റെ ടൂട്ടാ ഹുവ പഹിയ പൊട്ടിയ ചക്രം ഉസ്കെ ഹാത്തോമേ അങ്ങനെ അകേലി നിഹത്തിയ ആളുകളുണ്ടല്ലോ, ഒറ്റക്കായ നിരായുധരായ ആളുകളുടെ കൈകളിൽ ഉസ്കെ ഹാത്തോമേ ബ്രഹ്മാസ്ത്രോംസെ ലോഹ ലേ സക്താവും ഈ നിസ്സാര ആളുകളുടെ കയ്യിലിരുന്നു കൊണ്ട് ഈ ടൂട്ടാ പഹയ്ക്ക് എന്തിനു കഴിയും? ഈ വലിയ വലിയ ആളുകളുടെ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടുവാൻ കഴിയും. ഇനി ഒന്നാമത്തെ ചോദ്യം, ലോഹാലേന എതിരിടുക എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? സാമ്ന കർണ, ബന്ദ് കർണ, സ്വതന്ത്ര കർണ, പീച്ചെ കർണ. സാമ്ന കർണ എന്നാണ് നേരിടുക എന്നാണ് ഇതിന്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, ഇസ് കവിതാമേ ഈ കവിതയിൽ ടൂട്ടാ പഹിയ പൊട്ടിയ രഥചക്രം കിസ്ക പ്രതിനിധിത്വ കർത്താഹെ ആരെയാണ്? ഈ രഥചക്രം ആരുടെ പ്രതിനിധിയാണ്? ആം ജനത എന്ന സാധാരണ ജനങ്ങളുടെ. ടൂട്ടാ പഹിയ ബ്രഹ്മാസ്ത്രോംസെ ലോഹാലെ സക്താഹെ ടൂട്ടാ പഹിയയ്ക്ക് ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടുവാൻ കഴിയും. ഇസ്സെ ഇതിൽ നിന്ന് ആപ്പിനെ താങ്കൾ ക്യാ സംജ എന്തു മനസ്സിലാക്കി? അപ്പിനെ ശോഷക വർഗ് ചൂഷണം ചെയ്യുന്ന ആളുകൾ അപ്പിനെ തങ്ങളുടെ തങ്ങളുടെ അധികാരവും ശക്തിയുമാകുന്ന ബ്രഹ്മാസ്ത്രങ്ങളാൽ അകേലെ ഒറ്റപ്പെട്ട നിരായുധനായ വ്യക്തിയുടെ അസഹായ ആവാസുക്കോ നിസ്സഹായനായ ശബ്ദത്തെ കുജൽ ദേന ചാറ്റായെ ചവിട്ടി ഒതുക്കുവാൻ ശ്രമിക്കുന്നു. അതായത് ചൂഷകവർഗം തങ്ങളുടെ അധികാരവും ശക്തിയും ആകുന്ന ബ്രഹ്മാസ്ത്രങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരായ ആളുകളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നു. അഗർ ഒരു പക്ഷേ ഉസ്കെ ശാസ്ത്രഹീൻ ഹാത്തോമേ അവരുടെ ആയുധങ്ങളില്ലാത്ത കൈകളിൽ രഥക പഹിയ രഥത്തിന്റെ ചക്രം ആ ജായത്തോ വരികയാണെങ്കിൽ വഹ് അത് ബ്രഹ്മാസ്ത്രോംസെ ലഡ് സക്താഹെ ആ പൊട്ടിയ രഥചക്രത്തിന് ഈ വലിയ വലിയ ആളുകളുടെ ബ്രഹ്മാസ്ത്രങ്ങളെ എതിരിടുവാൻ കഴിയും. സാധാരണക്കാരായ ആളുകളുടെ കയ്യിലുള്ള സത്യവും നീതിയും ധർമ്മവും ഒക്കെയാണ് ഇവിടെ ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. അടുത്തത് കവി ഔർ കവിതാ കാ പരിചയ് ദേത്തെ ഹുയെ ഈ കവിയെയും കവിതയും പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രസ്തുത പങ്ക്തിയോം ക മുകളിൽ തന്നിട്ടുള്ള ആ വരികളുടെ ആശയം എഴുതുക. അപ്പൊ ആദ്യം തന്നെ കവിയെയും കവിതയെയും പരിചയപ്പെടുത്തുക. ഇത് ഹിന്ദിയിലെ പ്രമുഖനായ കവി ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ പഹിയയിലെ പങ്ക്തിയാഹേ വരികളാകുന്നു. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മ, ദ്രോൺ ഔർ കർണ ജൈസെ ബഡേ ബഡേ മഹാരഥി അങ്ങനെയുള്ള വലിയ വലിയ മഹാരഥന്മാർ ജാൻതേതെ മനസ്സിലാക്കിയിരുന്നു കി എന്ത് ഉനോംനെ അസഹായ് ഔർ അധർമ്മ ക പക്ഷ ലിയാ ഹെ അവർക്കറിയാം അവര് അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും പക്ഷത്തിലാണ് എന്ന്. യഹ് ജാൻതേ ഹുയേ ഭി ഇത് അറിഞ്ഞിട്ടുകൂടി ഉൻ മഹാരഥിയോംനെ ആ മഹാന്മാരായ ആളുകൾ അപരേ ബ്രഹ്മാസ്ത്രോംസെ തങ്ങളുടെ കൈകളിലുള്ള ബ്രഹ്മാസ്ത്രങ്ങളാൽ അഭിമന്യുക്കി അകേലി നിഹത്തി ആവാസ്കോ ഒറ്റപ്പെട്ട നിരായുധനായവന്റെ ശബ്ദത്തെ കുജൽ ഡാൽന ചാഹ അടിച്ചൊതുക്കുവാൻ ശ്രമിച്ചു. ഉസ് വക്ത് ആ സമയത്ത് അഭിമന്യുവിനെ
അപ്നെ രഥ്കെ തന്റെ രഥത്തിന്റെ ടൂട്ടേ ഹുയെ പഹിയേക്കോ പൊട്ടിയ ചക്രത്തെ ഹതിയാർ ബനാക്കർ ആയുധമാക്കിയിട്ട് ബ്രഹ്മാസ്ത്രവും സേ ബ്രഹ്മാസ്ത്രങ്ങളോട് ലോഹാലിയാദ നേരിട്ടിരുന്നു. രഥ്ക ടൂട്ടാ ഹുവ പഹിയ രഥത്തിന്റെ പൊട്ടിയ ചക്രം മാനവ മൂല്യം ക മാനവ മൂല്യങ്ങളുടെ പ്രതീകമാണ്. ശാസക് വർഗ് ഭരണാധികാരികൾ അപ്നെ അധികാർ തങ്ങളുടെ അധികാരവും ശക്തിയും ദുരുപയോഗം ചെയ്ത് ആം ജനതാക്കോ സാധാരണ ജനങ്ങളെ കുചൽ ഡാൽന ചാത്താ ഹെ ചവിട്ടിയൊതുക്കുവാൻ ശ്രമിക്കുന്നു. മാനവമൂല്യം एक ऐसा हथियार है जिसके സഹാരെ അത്തരത്തിലുള്ളൊരു ആയുധമാണ്. നിഹത്ത മാനവ് ഒറ്റപ്പെട്ട ആയുധമില്ലാത്ത മനുഷ്യൻ ബ്രഹ്മാസ്ത്രവും കാ സാമന കർ സക്താ ഹേ. ഇവിടെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ അധികാരവർഗക്കാരുടെ ചൂഷണവും ശക്തിയും അതിനെ നേരിടുന്നത് സത്യവും നീതിയും കൊണ്ടാണ്. മാനവ മൂല്യവും കി ശക്തി സരൾ ഭാഷാമേ മാനവ മൂല്യങ്ങളുടെ ശക്തി ലളിതമായ ഭാഷയിൽ കവി യഹാ വ്യക്ത കീ ഗയിയെ വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ടൂട്ടാ പഹിയ കവിത കി പങ്ക്തിയാം പഠേ. ടൂട്ടാ പഹിയ കവിതയുടെ വരികൾ വായിച്ച് പ്രശ്നോം കെ ഉത്തർ ലിഖേ. ഇതിഹാസോം കി സാമൂഹിക ഗതി सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का ആശ്രയിലെ. ഇതിഹാസങ്ങളുടെ കൂട്ടമായ കുത്തൊഴുക്ക് സഹസ ജൂട്ടി പഡ് ജാനെ പർ തെറ്റാണെന്നറിഞ്ഞിട്ടുകൂടി ക്യാ ജാനെ ആർക്കറിയാം സച്ചായി സത്യം ടൂട്ടേ ഹുയെ പഹിയോം കാ പൊട്ടിയ രഥചക്രങ്ങളുടെ ആശ്രയിക്കുകയില്ല എന്ന് ആർക്കറിയാം. ഇനി ഈ ആശയവാലി പങ്ക്തി ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും ചുൻകർ ലിഖേ തെരഞ്ഞെടുത്ത് എഴുതണം. ഏതാശയം? ഇതാണ് ആശയം. സത്യകാ പക്ഷ് സത്യത്തിന്റെ പക്ഷം ടൂട്ടേ ഹുയെ പഹിയോ കാ പൊട്ടിയ രഥചക്രങ്ങളുടെ സഹായം ലേ സക്താഹെ എടുക്കുന്നു. ആ അർത്ഥം വരുന്ന വരികളാണ് സച്ചായി टूटे हुए पहियों का आश्रय ले. उपर्युक्त पंक्तियों का विश्लेषण करके आशय लिखे. किया धर्मवीर भारती की कविता है. टूटा पहिया ധർമ്മവീർ ഭാരതിയുടെ കവിതയാകുന്നു. ഇസ്മേം ഇതിൽ ടൂട്ടാ പഹിയ കഹ്താ ഹെ പൊട്ടിയ രഥചക്രം പറയുന്നത് ഉസേ അതിനെ ഉപയോഗമില്ലാത്തതെന്ന് മത്ത് സമച്ചേ വിചാരിക്കരുത്. ഉചിത സമയപ്പർ യഥാർത്ഥ സമയത്ത് വഹ്കാം ആയേഗ അത് എന്ത് ചെയ്യും? പണിയെടുക്കും. ഇതിഹാസോം കി സാമൂഹിക ഗതി ചരിത്രത്തിന്റെ സാമൂഹികമായ ഒഴുക്ക് ജൂട്ടി പഡ് ജാനെ പർ തെറ്റായി മാറുമ്പോൾ സച്ചായി സത്യം മാനവ മൂല്യരൂപി ടൂട്ടേ പഹിയേക്ക മാനവ മൂല്യങ്ങളാകുന്ന പൊട്ടിയ രഥചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ജീവൻ മൂല്യരൂപി ഹത്തിയാർ സേ ജീവൻ ജീവിത മൂല്യങ്ങളാകുന്ന ആയുധങ്ങളാൽ അധർമ്മക്കെ വിരുദ്ധ അധർമ്മത്തിനെതിരെ ലഡ്നേക്ക പൊരുതാനുള്ള ആഹ്വാൻ ഹേ ഈ കവിത ആഹ്വാനമാകുന്നു ഈ കവിത. അടുത്ത ചോദ്യം, टूटा पहिया कविता की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखे. अपने पक्ष को തന്റെ പക്ഷത്തെ അസത്യ ജാനത്തെ ഹുയെ ബി അസത്യമാണെന്ന് അറിഞ്ഞിട്ടുകൂടി ബഡേ ബഡേ മഹാരഥി വലിയ വലിയ മഹാരഥന്മാർ അകേലി നിഹത്തി ആവാസ് കോ ഒറ്റപ്പെട്ട നിരായുധരായവരുടെ ശബ്ദങ്ങളെ അപ്നെ ബ്രഹ്മാസ്ത്രവും സേ തന്റെ ബ്രഹ്മാസ്ത്രങ്ങളാൽ കുജൽ ദേന ചാഹെ ചവിട്ടിമതിക്കാൻ ശ്രമിക്കുന്നു. കവിതാംശ് കെ ആധാർ പർ കിസ്കാ പക്ഷ് അസത്യ ഹെ ആരുടെ പക്ഷത്താണ് അസത്യമുള്ളത്? ബഡേ ബഡേ മഹാരഥിയോം കാ അവരുടെ പക്ഷത്താണ് അസത്യമുള്ളത്. ഈ വരികളുടെ ആശയം ഒന്ന് നോക്കാം. അപ്പനെ പക്ഷ് കോ അസത്യ ജാനത്തെ ഹുയെ ഭി
बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे। आशയം हिंदी के प्रमुख कवि धर्मवीर भारती की कविता टूटा पहिया की पंक्तियां है ये। दुरूह चक्रव्यूह में अभिमन्यु फंस जाता है, अक्षौहिणी सेना उसे घेर लेती है। युद्ध क्षेत्र में निशास्त्र खड़े योद्धा से लड़ना अधार्मिक माना जाता था, लेकिन यहाँ ये सभी नियम जानते हुए भी सभी महारथी एक साथ अभिमन्यु से लोहा लेते हैं। हमारे समाज की हालत भी ऐसी है। शासक वर्ग भरणवर्ग अपनी इच्छा से सभी काम करते हैं। इसके विरुद्ध आवाज उठाने वाले शोषित जन को ആ ഭരണവർഗത്തിന്റെ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ചൂഷക വർഗങ്ങളായ ജനങ്ങളെ അവർ കുചൽ ഡാൽത്തെ ചവിട്ടിമെതിക്കുന്നു അല്ലെങ്കിൽ അടിച്ചൊതുക്കുന്നു। शासक वर्ग अपने देश के लोगों की भलाई के लिए काम करे। ഭരണവർഗം തങ്ങളുടെ രാജ്യത്തെ ആളുകളുടെ നന്മയ്ക്കു വേണ്ടി ജോലി ചെയ്യണം। तो എങ്കിൽ हमारी सभी समस्याओं का നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഹൽ ഹോ ജായേ, പരിഹാരം കിട്ടും। ഇനി ആയാം കലാം കെ ബഹാനെ ആ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം। അപ്പനെ പത്രമേ തന്റെ കത്തിൽ ചോട്ടുവിനെ ക്യാ ക്യാ ബത്തായേ ഹോങ്കെ। അപ്പോൾ ചോട്ടു ഡോക്ടർ കലാമിന് ഒരു കത്ത് എഴുതാണ്। ഡോക്ടർ കലാം കെ നാം ചോട്ടു കാ പത്ര കൽപ്പന കർക്കെ ലിഖിയെ। ചോട്ടു എന്ന കത്ത് നമ്മൾ സങ്കല്പിച്ചെഴുതണം। കത്തിൽ എന്താണ്, പ്ലേസ് വേണം, ഡേറ്റ് വേണം, പിന്നെ സംബോധന ആദരണീയ കലാംജി, നമസ്കാരം, ആശാ കർത്താ ഹോ നോക്കി ആപ് സകുശൽ ഹേ, താങ്കൾ സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു। മേ ഞാൻ ആപ് സേ താങ്കളോട് അപ്നി മൻസിൽ എന്റെ ലക്ഷ്യം ബതാന ചാത്താവും പറയാൻ ആഗ്രഹിക്കുന്നു। മേനെ ഞാൻ അപ്നി ചിട്ടി മേ എന്റെ കത്തിൽ ബഹുത് തോടി ഹി ലിഖാ ഹെ വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ। ആപ് സേ താങ്കളോട് മേരാ എന്റെ സവിനയ അനുരോധ് ഹെ കി ചിട്ടി പഠ്നെ കെ ബാദ് താങ്കളോട് എന്റെ വളരെ വിനയത്തോടെയുള്ള അപേക്ഷയാണ്, കത്ത് വായിച്ചതിനു ശേഷം ജൽദി പെട്ടെന്ന് ജവാബ് ലിഖ്നെ കി കൃപ കരെ മറുപടി എഴുതുവാൻ ദയവുണ്ടാകണേ। मेरा नाम छोटू है। मैं ठाणे में एक चाय की दुकान में काम करता हूँ। मेरा सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले ടിവിയിൽ കണ്ട നീളമുടിയുള്ള ആപ്പ് ജേസ താങ്കളെ പോലെ ബന്ന ആയിത്തീരുക। ലേക്കിൻ എന്നാൽ ഞാൻ ഏക് ഗരീബ് ബച്ചാ ഹൂ ദരിദ്രനായ കുട്ടിയാകുന്നു। എനിക്ക് ചോട്ടു എന്ന പേര് അച്ഛാ നഹീം ലഗ്ത നന്നായി തോന്നിയില്ല। മേനെ ഞാൻ അപ്ന നാം എന്റെ പേര് സ്വയം തന്നെ കലാം രഖ്ലിയാ ഹെ കലാം എന്നാണ് വെച്ചിട്ടുള്ളത്। മേരെ മിത്ര എന്റെ കൂട്ടുകാരൻ റൺ വിജയ് കെ സാത്ത് റൺ വിജയിന്റെ കൂടെ സ്കൂൾ ജാന സ്കൂളിൽ പോകുന്നത് മേരി ഇച്ഛാ ഹെ എന്റെ ആഗ്രഹമാണ്। വിദേശത്തെ വിദേശത്തു നിന്നും വന്ന ലൂസി മേഡം ആപ്പ് സെ മിൽവാനേക്ക താങ്കളെ കാണിച്ചു തരാമെന്ന് വാദാ കിയാ ഹെ വാക്ക് പറഞ്ഞിട്ടുണ്ട്। എനിക്ക് ആപ്പ് സെ താങ്കളോട് ബഹുത് സി ബാത്തേ ധാരാളം കാര്യങ്ങൾ കഹിനി ഹെ പറയേണ്ടതുണ്ട്। മുझे മാലൂം ഹെ എനിക്കറിയാം കി ആപ്കോ ബച്ചേ ബഹുത് പസന്ത് ഹെ കുട്ടികളെ നല്ല ഇഷ്ടമാണ് എന്ന്। ഇത്തനാ ലിഖ് കർ ഇത്രയും എഴുതിയിട്ട് ഞാൻ
പത്ര സമാപ്ത് करता हूं കത്ത് ചുരുക്കുന്നു. आपको धन्यवाद देता हूं താങ്കൾക്ക് നന്ദി. आपका विनीत आज्ञाकारी ചോട്ടു ഉർഫ് കലാം. ചോട്ടു അല്ലെങ്കിൽ കലാം. പത ഇവിടെ അഡ്രസ്. ഇനി പ്രഗതി ഫിल्म क्लब वार्षिक समारोह में आयाम कलाम फिल्म का प्रदर्शन होने वाला है. इसके लिए एक പോസ്റ്റർ തയ്യാർ करें. അപ്പൊ അതിന്റെ പോസ്റ്ററാണിത്. പ്രഗതി ഫിल्म क्लब ചെന്നൈ वार्षिक समारोह में आयाम कलाम फिल्म का प्रदर्शन. ആ ചോദ്യത്തിലുള്ള അതേപോലെ തന്നെ എഴുതുക. എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്നാണ് നടക്കുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് 2020 ജൂലൈ 18 को सुबह 11 बजे ടൗൺ ഹാൾ. എവിടെയാണ് നടക്കുന്നത്, ടൈം ഡേറ്റ് പറഞ്ഞു, വെന്യൂ പറഞ്ഞു, ചെന്നൈയിലാണ്. ഉദ്ഘാടൻ മാനവീയ മുഖ്യമന്ത്രി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ തമിഴ്നാട് രാജ്. അധ്യക്ഷൻ ക്ലബ് പ്രസിഡന്റ്. പിന്നെന്താ, വിവിധ പ്രതിയോഗിതായ വ്യത്യസ്ത മത്സരങ്ങൾ ഉണ്ടാവും. സാർവജനിക സമ്മേളനം, എല്ലാ ആളുകളും കൂടിച്ചേരുന്ന സമ്മേളനം ഉണ്ടാകും. कलाम के बहाने फिल्मी लेख का यह अंश पढ़े और प्रश्नों के उत्तर लिखे. ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നെഹിം ജീന ചാഹി. അപ്പൊ ഈ പാസേജ് വായിച്ചതിന്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചോട്ടു വെറും ചോട്ടുവായി ജീവിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. വഹ് അവൻ ഖുദ് ഹി സ്വയം തന്നെ അപ്നാ നാം തന്റെ പേര് കലാം രഖ് ലേത്താ ഹെ കലാം എന്ന് വെക്കുന്നു. ഇസ് നാമുമേ ഈ പേരിൽ ഉസ്കി ആകാംക്ഷാവും ക അക്സ് ഹെ അവന്റെ പ്രതീക്ഷകളുടെ തിളക്കമുണ്ട്. ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേ അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയിൽ ജാദു ഹെ മാജിക് ഉണ്ട്. ഭാട്ടി സാബി അവന്റെ മുതലാളി കൂടി ഉസ്കി കലാകാരിക്ക് അവന്റെ കൈപുണ്യത്തെ വാഹ്വാഹി കർത്തെ നെഹിം ദക്തെ പ്രശംസിക്കുന്നതിൽ ക്ഷീണിതനായിരുന്നില്ല. ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ ചോട്ടു വെറും ചോട്ടുവായി നെഹിം ജീന ചാത്ത ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. ഇസ്കാ മത്ലബ് ക്യാ ഹെ എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ആഗ്രഹം കലാം ജേസ ബന്ന, അതാണ് അവന്റെ ആഗ്രഹം. ചോട്ടു കി കലാകാരിക്ക് പ്രശംസ ഭാട്ടീസ ക്യോം കർത്താ ഹെ എന്തുകൊണ്ടാണ് ചോട്ടുവിന്റെ കൈപുണ്യത്തെ ഭാട്ടീസ പ്രശംസിക്കുന്നത്? ഉത്തരം ഉസ്കി ബനായി ചായ് മേ ജാദു ഹെ അവനുണ്ടാക്കുന്ന ചായ അത്ര രുചികരമാണ്, മാജിക് ഉണ്ടെന്ന് പറയാം. കോഷ്ടക് കെ ശബ്ദോം സെ പിരമിഡ് കി പൂർത്തി കരേ ഖുഷി സെ നായക് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഈ വാക്യ പിരമിഡ് പൂർത്തീകരിക്കണം. ചോട്ടു ജാത്താ ഹെ അടുത്തത് ചോട്ടു സ്കൂൾ ജാത്താ ഹെ. ഇനി ചോട്ടു ഖുഷി സെ സ്കൂൾ ജാത്താ ഹെ. नायक छोटू खुशी से स्कूल जाता है. चार्ली चाप्लिन ने 5 साल की उम्र में 5 വയസ്സിൽ अपना पहला ഷോ किया തന്റെ ആദ്യത്തെ ഷോ നടത്തി. इसके बाद അതിനുശേഷം उन्होंने അദ്ദേഹം अपनी डायरी में തന്റെ ഡയറിയിൽ क्या क्या लिखे होंगे എന്തെല്ലാം എഴുതിയിട്ടുണ്ടാകും. यह डायरी तैयार करें ആ ഡയറി തയ്യാറാക്കൂ. അപ്പോൾ ഡയറിക്ക് ഡേറ്റ് വേണം. ആജ് ഇന്ന് ഖുഷി കാ ദിൻ ഥ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. പെഹലെ ദുഃഖ് ഹി ഥ ആദ്യം ദുഃഖമായിരുന്നു. ഫിർ പിന്നീട് ഖുഷി ഹി ഖുഷി സന്തോഷം തന്നെ സന്തോഷം. മാം കെ സാത്ത് അമ്മയോടൊപ്പം തിയേറ്റർ ഗയ തിയേറ്ററിൽ പോയി. ഗാത്തെ വക്ത് പാടുന്ന സമയത്ത് മാം കി ആവാസ് അമ്മയുടെ ശബ്ദം ഫുസ് ഫുസാഹറ്റ് ആയി നേർത്തു വന്നു. ലോഗ് ആളുകൾ ചില്ലാനെ ലഗെ കരയാൻ തുടങ്ങി. മേ ഞാൻ പർദ്ദേക്കെ പീച്ചെ കർട്ടനു പിറകിൽ കടേ ഹോക്കർ നിന്നിട്ട് സബ് ദേക്ക് രഹാദ എല്ലാം കാണുന്നുണ്ടായിരുന്നു. മാം അമ്മ സ്റ്റേജ് സെ ഹട്ട് ഗയെ താഴെ സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയി. മാനേജർ ഔർ മാം കെ ബീച്ച് അമ്മയ്ക്കും
മാനേജർക്കുമിടയിൽ ഹുയി ഉണ്ടായ ബാത്ചീത് സംസാരം മേനെ നെഹിം സുനി ഞാൻ കേട്ടിരുന്നില്ല. കുച്ച് ദേർ ബാദ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉസ് മാനേജറിനെ ആ മാനേജർ മുझे എന്നെ സ്റ്റേജ് पर छोड़ दिया സ്റ്റേജിലേക്കാക്കി. പെഹലെ ആദ്യം മേൻ ഡർ ഗയാ ഥാ ഞാൻ പേടിച്ചുപോയി. മാം ഭി ഡർ ഗയി ഥി അമ്മയും പേടിച്ചിരുന്നു. ഉൻകാ ചെഹ്റ അമ്മയുടെ മുഖം അബ് ഭി ഇപ്പോൾ കൂടി മൻമേഹെ മനസ്സിലുണ്ട്. പെഹലെ ആദ്യം മേനെ ഞാൻ ഏക് ഗാന ഗായ ഒരു പാട്ടുപാടി. ഓർക്കസ്ട്ര മേരെ സാത്ത് ആയി. ഓർക്കസ്ട്ര എന്റെ കൂടെ വന്നു. തബ് സെ അപ്പോൾ മുതൽ സ്റ്റേജിൽ പൈസേ കി ബൗച്ചാർ പൈസയുടെ കൂമ്പാരം ഷൂറു ഹോഗയി ആകാൻ തുടങ്ങി. ഫിർ പിന്നീട് മേനെ ഞാൻ ഉസേ ബട്ടോർക്കർ ആ പൈസ ശേഖരിച്ചിട്ട് പോട്ട്ലി മേ രഖ് ദിയ ഒരു സഞ്ചിയിലാക്കി. മാനേജർ പർ പെഹലെ മുझे ശക്ക് ഥാ മാനേജറിൽ ആദ്യം എനിക്ക് സംശയമുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ വഹ് പൈസ ഉസ്നെ മാം കോ ദിയ മാനേജർ ആ പൈസ അമ്മക്ക് കൊടുത്തു. ഫിർ പിന്നീട് മേനെ ദർശകോം സെ ബാത്ചീത് പിന്നീട് ഞാൻ പ്രേക്ഷകരുമായി സംസാരിച്ചു. നൃത്യ കിയ ഡാൻസ് ചെയ്തു. ഗായകോം കി നക്കൽ കി ഗായകരെ ഇമിറ്റേറ്റ് ചെയ്തു. ദർശകോംനെ പ്രേക്ഷകർ മേരി മാം കെ പാസ് എന്റെ അമ്മയുടെ അടുത്ത് ഖുഷി സെ ആക്കർ സന്തോഷത്തോടെ ചെന്നിട്ട് ബാത്തേം കി സംസാരിച്ചു. അബ് മേ ബഹുത് ഖുഷ് ഹോ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. മേരി മാം എന്റെ അമ്മ ആജ് സെ ഇന്നു മുതൽ നെഹിം രോയെ കരയുകയില്ല. മേ ഖുഷി സെ ഉനെ സംഭാലൂങ്ക ഞാൻ അവരെ വളരെ സന്തോഷത്തോടെ സംരക്ഷിക്കും. सबसे बड़ा शोमान जीवनी का यह अंश पढ़े, प्रश्नों के उत्तर लिखे. चार्ली का वह अक्सर अपने साथ ചാർലിയെ വഹ് അവർ അക്സർ മിക്കപ്പോഴും അപ്പനെ സാത്ത് തന്റെ കൂടെ തിയേറ്റർ ലേ ജാത്തി തീ തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ബി ആ ദിവസം കൂടി പർദ്ദയ്ക്ക് പീച്ചെ ഖട പർദ്ദയ്ക്ക് പുറകിൽ നിന്ന് വഹ് അവൻ ആവാസ് കെ തമാശയ്ക്കോ ശബ്ദത്തിന്റെ തമാശകളെ ദേഖ് രഹാദ നോക്കുകയായിരുന്നു. മാം ഔർ മാനേജർ മേം അമ്മയ്ക്കും മാനേജർക്കുമിടയിൽ ബഹസ് ഹോത്തെ ദേഖ് വാദപ്രതിവാദം നടക്കുന്നത് കണ്ട് വഹ് വഹാങ്കയ ചാർലി അവിടെ പോയി. മാനേജറിനെ ചാർലി കോ മാം കെ കുച്ച് ദോസ്തോം കെ സാമനെ മാനേജർ ചാർലിയെ അമ്മയുടെ ഏതാനും സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അഭിനയ് കർത്തെ ദേഖാദ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വഹ് അവൻ ഉസേ സ്റ്റേജ് പർ ഭേജനെ കി സിദ് കർണേ ലഗ അപ്പൊ മാനേജർ ചാർലിയെ സ്റ്റേജിൽ പറഞ്ഞയക്കണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. സഹി വാക്യ ചുൻകർ ലിഖിയെ ശരിയായ വാചകം തെരഞ്ഞെടുത്ത് എഴുതിയാലും. ഇപ്പൊ മാം സോച്ചിനെ ലഗേ ഈ ലഗ് ക്രിയയുടെ തൊട്ട് മുമ്പ് വരുന്ന വെർബ് എപ്പോഴും ഏക്കി മാത്രം കൊടുക്കണം. അപ്പൊ സോച്ചിന പറയാൻ പാടില്ല, സോച്ചിനി പറയാൻ പാടില്ല. പിന്നെ മാം സോച്ചിനെ ലഗിയാണ് കേട്ടോ. മാം സോച്ചിനെ ലഗി മാം സോച്ചിനെ ലഗേ പറയാൻ പാടില്ല. ഇവിടെ പ്ലൂറൽ ആണെങ്കിലാണ് ലഗേ. അമ്മ ഒരാളായതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് മാം സോച്ചിനെ ലഗി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഏക്കി മാത്രം ഇടണം തൊട്ട് മുമ്പിൽ ലഗ് വരികയാണെങ്കിൽ. അടുത്തത് മാനേജർ കിസ്കി ജിദ് കർണേ ലഗ മാനേജർ ആരെയാണ് എന്തിനു വേണ്ടിയാണ് ശാഠ്യം പിടിച്ചത്? മാനേജർ ചാർലിക്കോ സ്റ്റേജ് पर भेजने की जिद करने लगा മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കുവാനാണ് നിർബന്ധിക്കാൻ തുടങ്ങിയത്. चार्ली को
ചാർലിയെ സ്റ്റേജ് പർ ഭേജനെ കെ ബാരെ മേ സ്റ്റേജിലേക്ക് പറഞ്ഞേക്കുന്നതിനെ സംബന്ധിച്ച് ചാർലി കി മാ ഔർ മാനേജർ കെ ബീച്ച് ബാത്ചീത് ഹുയി. ചാർലിയുടെ അമ്മയും മാനേജറും തമ്മിലുണ്ടായ സംസാരം നമ്മൾ എഴുതണം. ചാർലി കി മാ ഗാ നഹീം പാ രഹി ഹൂം സാബ്. പാടാൻ കഴിയുന്നില്ല. മാനേജർ ക്യാ ക്യോ ക്യാ ഹുവ. എന്തുകൊണ്ട്, എന്തുപറ്റി? തുമാരി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ ബദൽ ഗയിയെ. നിന്റെ ശബ്ദം നേർത്ത് പതറിപ്പോയിരിക്കുന്നു. തും അബ് ന ഗാ സക്തി ഹോ. നിനക്കിനി പാടാൻ കഴിയില്ല. ചാർലി കി മാ പെഹലി ബാർ മുझे ऐसा അനുഭവം ഹോ രഹാ ഹെ. ഇങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. മാനേജർ ദേഖോ തിയേറ്റർ ദർശകോം സെ ഭരാ ഹെ. ഹാള് മുഴുവനും പ്രേക്ഷകരാണ്. ലോഗ് ചില്ലാനെ ലഗെ ഹെ. ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഹീം കഹീം സെ മ്യാവു മ്യാവു കി ആവാസ് ഭി നിക്കൽ രഹി ഹെ. ചാർലി കി മാ തോ മുझे ക്യാ കർണ ചാഹിയെ. ഞാൻ എന്ത് ചെയ്യും? മാനേജർ ജൽദി സ്റ്റേജ് സെ ഹട്ടോ. പെട്ടെന്ന് സ്റ്റേജിൽ നിന്നിറങ്ങ്. അവർ ബേട്ടെ ചാർലിക്കോ. മകൻ ചാർലിയെ സ്റ്റേജ് പർ ഭേജോ. സ്റ്റേജിലേക്ക് പറഞ്ഞേക്ക്. തും അക്സർ ഉസെ അപ്പനെ സാത്ത് ലേ ആയാ കർത്തി ഹോ. നീ ഇടക്കൊക്കെ അവനെ തിയേറ്ററിൽ കൊണ്ടുവരാറുള്ളതല്ലേ. ചാർലി കി മാ വാഹ് ബഹുത് ചോട്ടാ ഹേ. അവൻ വളരെ ചെറുതാണ്. സിർഫ് 5 സാൽ കാ. വെറും 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വഹ് ഇത്തിനി ബഡി ഭീഡ് കോ. അവൻ ഇത്ര വലിയ ജനക്കൂട്ടത്തെ കേസേ ജേൽ സക്കേഗ. എങ്ങനെയാണ് നേരിടുക? മാനേജർ ഡർനെ കി കോയി ബാത്ത് നെയ്. പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മേനെ ഞാൻ ചാർലിക്കോ ചാർലിയെ തുമാരെ കുച്ച് ദോസ്തോം കെ സാമനെ നിന്റെ കൂട്ടുകാർക്കിടയിൽ അഭിനയ് കർത്തെ ദേഖാ ഹെ. അഭിനയിച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ചാർലി കി മാം ചാർലിയുടെ അമ്മ വഹ് തോ ഉസ്കാ തമാശ ഹോഗ. അതവന്റെ തമാശയാവും. ഉസിനെ ആജ് തക് അവൻ ഇന്ന് വരെ കിസി സ്റ്റേജ് പർ ഒരൊറ്റ സ്റ്റേജിലും കോയി ബി യാതൊരു പരിപാടിയും നെഹിം ദിക്കായ. കോയി ബി കാര്യക്രം നെഹിം ദിക്കായ. മാനേജർ ജോ ബി ഹോ. അതെന്തോ ആയിക്കോട്ടെ. മുझे എനിക്ക് ദർശകോം കാ ഖ്യാൽ രഖ്നാ ഹെ. പ്രേക്ഷകരെ കുറിച്ച് ശ്രദ്ധിക്കണം. കാര്യക്രം നെയ് ഹോഗാത്തോ ദർശക് ബിഗാഡേങ്കി. പ്രോഗ്രാം ഇല്ലെങ്കിൽ പ്രേക്ഷകർ വഴക്കുണ്ടാക്കും. ചാർലി കി മാം തോ മേം ക്യാ കരൂ. ഇനി ഞാൻ എന്താ ചെയ്യാ? മാനേജർ തും ചുപ് രഹോ. നീ മിണ്ടാതിരിക്കെ. മേം കിസി തര. ഞാൻ എങ്ങനെയെങ്കിലും ഉസെ അവനെ സ്റ്റേജ് പർ ലേ ജാവൂ.